ചേച്ചിയുടെ വർക്ക്സ് ഒക്കെ കയ്യിലുണ്ടോ? ഉണ്ട്, കുറച്ചുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിക്കാവോ? കാണിക്കാം. അപ്പൊ ഏതൊക്കെ വർക്കാണ് ഒന്ന് കാണിക്കാം. ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് ടോട്ടി ബാഗ്സ് പോലത്തെ ഇപ്പത്തെ ട്രെൻഡ് ആണല്ലോ ടോട്ടി ബാഗ്സ്. അപ്പൊ അത് കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിലും സൊസൈറ്റി ലേഡീസ് അല്ലെങ്കിൽ ടീനേജേഴ്സിനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ. അപ്പൊ അതില് ഒരു വെറൈറ്റി നമ്മൾ എന്നും ക്യാൻവാസിൽ ചെയ്യുന്നു, അതിൽ നിന്നൊന്ന് മാറി പിന്നെ ഡ്രസ്സിലായി, ഡ്രസ്സ് മാറി നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ഐറ്റം നോക്കണം. അങ്ങനെ തുടങ്ങിയതാണ് ഒരു വർക്ക്. ഇത് ഒരു ബാഗിന്റെ ഇതില്ലേ? യെസ്, ശരി. നമ്മുടെ യൂത്ത് ഉള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ബട്ടർഫ്ലൈ. ഇത് എന്താണ് ബട്ടർഫ്ലൈ ചൂസ് ചെയ്തത്? അങ്ങനെ ചൂസ് ചെയ്തല്ല, അങ്ങനെ ഒരു ആശയം എനിക്ക് തോന്നി ബട്ടർഫ്ലൈ ചെയ്യണം. അപ്പൊ ബട്ടർഫ്ലൈ കോമൺ ആയിട്ട് എല്ലാവരും ഒരു ബട്ടർഫ്ലൈ ചെയ്യും, അതിൽ നിന്ന് ഒന്ന് വ്യത്യസ്തപ്പെടുത്തി ഒരു ഫേസ് ചെയ്യാം, 2 ഫേസുകൾ ലേഡീസിന്റെ. കാരണം നമ്മള് ടീനേജേഴ്സിനെ അല്ലേ ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് കാണാൻ പറ്റും, സൂം ചെയ്ത് നമുക്ക് കാണാൻ പറ്റും 2 ലേഡീസിന്റെ ഫേസ്, ഹാഫ് ഫേസ് ഉണ്ട് അല്ലെ, കണ്ണടച്ചിരിക്കുന്നു. അപ്പൊ ടീനേജേഴ്സിന് വേണ്ടിട്ട് ഞാൻ അങ്ങനെ ഒരു ഇത് ഞാൻ ഇത് ആദ്യം ശ്രദ്ധിച്ചില്ല, ഇപ്പൊ ചേച്ചി പറഞ്ഞപ്പോ ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് കാണുന്നത്. പെട്ടെന്ന് അത് കാണുമ്പോ ഒരു ബട്ടർഫ്ലൈ, പക്ഷെ അത് കുറച്ചൊന്ന് സൂം ചെയ്ത് നോക്കുമ്പോ അതിനകത്ത് വേറെ ആർട്ട് ഉണ്ട്. യെസ്, ഇത് എങ്ങനെ പെയിന്റ് ചെയ്തതാണോ? പെയിന്റിംഗ് അല്ലേ? പിന്നെ നെക്സ്റ്റ് പിന്നെ ഒരു റാബിറ്റ്, അത് ഡോഡിൽ ആർട്ട് ആണ്. ഡോഡിൽ ആർട്ടിൽ ചെയ്താണ്, മണ്ഡല വർക്ക് പോലെ തന്നെ വേറെ ടൈപ്പ്. ഇതും ഹാൻഡ് പെയിന്റിംഗ് ആണ്. ആ പെർഫെക്ഷൻ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇത് എന്ത് പെയിന്റ്? ഇത് അക്രിലിക്കും ഉണ്ട്, ഫാബ്രിക്കും ഉണ്ട്. ഇത് വേറൊന്നും ഒരു എലിഫന്റിന്റെ കളർഫുൾ ആയിട്ടുള്ള ഒരു വർക്ക്. ഇത് നമ്മുടെ ഫോറിനേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ്, അവർക്കാണ് ഇങ്ങനത്തെ ഒരു ഇത്. പിന്നെ നമ്മുടെ അല്ല, ഇപ്പോഴത്തെ ടീനേജേഴ്സിനും അതൊക്കെ അവര് പറയുന്ന കുറച്ച് ഞാൻ ഇങ്ങനത്തെ ബാഗ്സ് കണ്ടിരിക്കുന്നത്, ഈ ഒരു മോഡൽ കണ്ടിരിക്കുന്നത് നമ്മുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിൽ വരുന്ന ഒരുപാട് പേർക്കും അങ്ങനെ കുറച്ചും കൂടി ആർട്ട് റിലേറ്റഡ് ആയ ആൾക്കാർക്ക് ഇങ്ങനത്തെ ടൈപ്പ് ബാഗ് ഇഷ്ടപ്പെടുന്നത്. പിന്നെ ക്രാഫ്റ്റ് വർക്ക് ആണ്. ക്രാഫ്റ്റ് ഒരു ഗുരുവായൂരപ്പന്റെ, അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ് അന്ന് ഞാൻ. അപ്പൊ അതിനകത്തൊരു മ്യൂറലിന്റെ ഒരു ഇത് വർക്കും കൂടി അതിന്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്ത് ഗുരുവായൂരപ്പൻ പീലിയും ഇതൊക്കെ വെച്ചിട്ട്. ഇത് അത് നമ്മൾ നെറ്റിപ്പട്ടത്തിന് വെക്കുന്ന കുമ്പളകളല്ലേ? ആൻഡ് ഇതൊക്കെ ഹാൻഡ് ചെയ്തതാണല്ലേ? വൂളൻ ത്രെഡ് ആണ്. അതിന്റെ ഉള്ളില് മ്യൂറലിന്റെ ഒരു പെയിന്റിങ്ങും പീലികളും എല്ലാം കൂടി ചെയ്തിട്ട്. പിന്നെ ഇത് ഒരെണ്ണം വേറെണ്ണം കൃഷ്ണന്റെ. ഇത് സിമ്പിൾ വണ്ണാണ്. ഇതില് ലൈക്ക് പെയിന്റ് ചെയ്യണം എന്ന് നോക്കിയിരുന്നു. അതില് പെയിന്റ് ചെയ്യണം തോന്നിയിട്ടില്ല. സിമ്പിള് ലൈക്ക് ഇപ്പൊ നോക്കുമ്പോഴും സിമ്പിൾ ആയിട്ട് അപ്പൊ കൃഷ്ണൻ ചിലപ്പോ മങ്ങും. അല്ലെങ്കിൽ ഇനി അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വല്ല പോട്ടോ ഫ്ലൂട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യണം. പിന്നെ ക്യാൻവാസിൽ ചെയ്യുന്നതാണ്, സ്ട്രെച്ചഡ് ക്യാൻവാസ്. ഇതൊരു എക്സിബിഷൻ ആയിട്ട് ഞാൻ ചെയ്തു വെച്ചതാണ്. ഇത് അച്ഛൻ വരച്ച് കണ്ടിട്ടുണ്ട് ഒരു പേപ്പറിൽ. അങ്ങോട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ മലയാള മനോരമയിലോ മാതൃഭൂമിയിലോ എവിടെയോ ഇതിന്റെ ഒരു ചെറിയ ഫീച്ചർ കണ്ടപ്പോൾ അച്ഛൻ ഇങ്ങനെ പെൻസിൽ ഡ്രോയിങ് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ അതൊരു മ്യൂറൽ സ്റ്റൈലിലേക്ക് കൺവേർട്ട് ചെയ്തു അല്ലേ? ലൈക്ക് ഇത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് ആനയുണ്ട്, മത്സ്യമുണ്ട്, പിന്നെ ഈ ചെവിയുടെ ഇവിടെ വേറെ എന്തോ ഒരു ഫീലും വരുന്നുണ്ട്. എന്തൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ? മിക്സിങ് അങ്ങനെ മിക്സിങ് ഇല്ല. അതിനകത്ത് ആമയുണ്ട്, താമര, ഒരു എന്താ പറയാ കടലിനകത്തോ അല്ലെ കുളത്തിനകത്തോ നിക്കുന്നത്. പക്ഷെ ഒരു ആന എന്ന് പറയാൻ പറ്റില്ല, മത്സ്യകന്യകയുടെ ആ ഒരു രൂപത്തിലാണ് ആനയെല്ലാം ചെയ്തത്. ലൈക്ക് ഇത് മ്യൂറൽ മാത്രമല്ല, മ്യൂറലും ഉണ്ട്, മോഡേൺ പോലത്തെ ഒരു ആർട്ട്, പിന്നെ കുറച്ച് മണ്ഡല വർക്കുകൾ. ഈ കോർണറിലൊക്കെ മണ്ഡല കൊടുത്തിട്ടുണ്ട്. ഇതാണോ മണ്ഡല വർക്ക്? അതെ അതെ, അതൊരു മണ്ഡല ഡിസൈൻസ്, ലൈൻസ് വരുന്ന മണ്ഡല. ഇതിൽ മോഡേൺ ആർട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഏത് പാർട്ടാണ്? ഇത് മ്യൂറൽ ആണ് ശരിക്കും ഫിഗർ ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ. പിന്നെ മോഡേൺ എന്ന് പറയാനായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തേക്കുന്നത് കുറച്ച് ആ ഒരു ലൈറ്റ് ഷെയ്ഡ്സ് കൊടുത്തതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തേക്കുന്നത് നമ്മൾ കുറച്ച് എന്താ പറയുക, ഈ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കിന് മങ്ങി നിൽക്കുന്ന ഒരു എഫക്റ്റ് കിട്ടില്ല. കാരണത്തൊക്കെ നമുക്ക് ഇങ്ങനെ മഴത്തുള്ളിലേക്ക് ഇങ്ങനെ ലൈറ്റ് വരുമ്പോഴത്തേക്കും ഒരു ഫീല് വരും. ആ ഒരു രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തു. പിന്നെ കുറച്ച് 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബട്ടർഫ്ലൈസിന്റെ അവിടെ കുറച്ച് പ്രാവും അങ്ങനെ. പിന്നെ നമുക്ക് പിന്നെ അല്ല അപ്പൊ ഈ ബുദ്ധയുടെ ഒക്കെ എക്സ്പ്രഷൻ ഭയങ്കരമായിട്ട് ഒരു മൈൽഡ് എക്സ്പ്രഷൻ നമുക്ക് അതെങ്ങനെ നമുക്ക് ഇപ്പൊ ഫേസ് ചെയ്യുമ്പോൾ എക്സ്പ്രഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചിലവര് ദേഷ്യത്തിലായിരിക്കും, ചിലവര് ഭയങ്കര ഫേസ് ആയിരിക്കും.
അപ്പൊ അതെങ്ങനെ നമ്മള് എക്സ്പ്രസ് ചെയ്യാന്? ശരിക്കും ബുദ്ധന്റെ ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, കണ്ണ് കുറച്ച് പാതി അടഞ്ഞൊരു ഫീലിംഗ്. അപ്പൊ എപ്പോഴും ഒരു കാം ഫീലിംഗ് ആയിരിക്കും. അങ്ങനെയാണ് ചെയ്യണത്. ഞാനിത് വേറൊരു സ്റ്റൈലിലേക്ക് ചെയ്തു എന്നുള്ളൂ, പുള്ളി അങ്ങനെ ഇതായിട്ടില്ല. പിന്നെ ആദ്യം ഒരു എക്സിബിഷൻ വർക്ക് ചെയ്തിരുന്നു, അത് എൻ്റെ അടുത്ത് ഇവിടെ ഇല്ല, ഒരു ബുദ്ധനും തെയ്യവും. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു മൈൻഡിൽ പെട്ടെന്ന് ഒരു ആശയം, നമ്മള് മനുഷ്യർക്ക് എന്താ പറയാ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരും ലൈഫിൽ. അപ്പൊ ഈ പ്രശ്നങ്ങൾക്കിടയിലും ചിലപ്പോ എന്താ പറയാ, നമ്മള് കുറെയൊക്കെ ഒന്ന് സ്ട്രഗിൾ ചെയ്യും, പിന്നെ കാമായിട്ടിരിക്കുന്നവരുണ്ടാവും. ഇപ്പൊ എന്താ പറയാ, ബുദ്ധന്റെ ആണെങ്കിലും ബുദ്ധനും ഇതുപോലെ തന്നെ രാജാവ് വരുന്ന സമയത്ത് ഒത്തിരി പ്രശ്നങ്ങൾ, അത് കഴിഞ്ഞ് പിന്നെ ലൈഫിലേക്ക് ഒരു റീതിങ്കിങ് ഒക്കെ വന്ന ആള് ചേഞ്ച് ആയതാണ്. അപ്പൊ ആ ഒരു തീമില് എത്ര ഡിസ്ട്രാക്ഷൻസ് വന്നാലും നമ്മള് കാമായിട്ട് ഇരിക്കണം എന്നുള്ള ഒരു തീം ഉദ്ദേശിച്ചിട്ട് വെച്ചിട്ടാണ് ഞാൻ ബുദ്ധനും തെയ്യം ബാക്ക്ഗ്രൗണ്ട്, രൗദ്രഭാവങ്ങൾക്കിടയിൽ ഒരു ശാന്തരൂപ എന്നുള്ളൊരു തീമില്. അതിങ്ങനെ പറയുന്നിട്ട് ഇപ്പൊ എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി, എങ്ങനെ ആയിരിക്കും അത് ഫോട്ടോ വാട്സപ്പിലൊക്കെ കിടപ്പുണ്ടായിരുന്നു. അത് ഞാൻ ഓൺലൈൻ എക്സിബിഷന് കോട്ടയം കൂടെ ഉള്ള എക്സിബിഷന് വെച്ചതായിരുന്നു അത്. പിന്നെ കുറെ ആർട്ട് ഫോംസ് ഒരു വലിയൊരു ക്യാൻവാസിൽ 1-2 മീറ്ററോളം വരുന്ന ക്യാൻവാസിനകത്ത് കഥകളി, തെയ്യം, പിന്നെ വള്ളംകളി, തൃശ്ശൂർ പൂരം, സൂഫി ഡാൻസ്, മാർഗംകളി, പിന്നെ കളമെഴുത്തും പാട്ടും, അങ്ങനെ ഒരുപാട് കലകൾ അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും എൻ്റെ ഇല്ല ഇപ്പൊ. അയ്യോ